പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചേട്ടന്റെ അനിയത്തിനെയും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം. ഓക്കെ? അല്ല, പ്രാക്ടീസ് കഴിഞ്ഞോ? നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? പുതിയതെവിടാ? പുതിയതോ? എനിക്കിതേ ഉള്ളടാ. പോടാ, തമാശ പറയല്ലേ. ഗൗരി നിനക്കായിട്ടൊരു കിടിലൻ സ്പൈക്സ് വാങ്ങുന്നത് ഞാൻ കണ്ടാണല്ലോ. എനിക്കായിട്ടോ? അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും. ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടന് വേണ്ടി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി 5 പൈസ മുടക്കും. ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും. അത് ഞാൻ കുറപ്പാ. അല്ലടാ. പിന്നെ അല്ല, അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കില്ലേ? ഇങ്ങനെ ഒരു പുന്നാര ചേട്ടനെ അനുസരിച്ച് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാവും. ഏതായാലും ഞാൻ പറഞ്ഞാൽ ഗൗരിയോട് പറയണ്ട. നിന്റെ പ്രാക്ടീസ് നടക്കട്ടെ. വാടാ. ഗൗരി, അതെങ്കിത്താ മോളെ ചുമക്കളിയിറക്കല്ലേ? താത്താ, നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാൻ അറിയും. നീ വാങ്ങിയ സ്പൈസിങ്. ഓ, അതാണോ? അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാ. എന്ത് പറ്റി? ഞാൻ പോട്ടെ, പ്രാക്ടീസ് ചെയ്തു. നീ ഇതൊരു കുളിയൊന്നും കഴിഞ്ഞില്ലേ? ഷൂ അവിടെ ഞാനൊന്ന് കാണട്ടെ. ഏയ്, ഷൂ ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കുമെന്ന്. ആരാണപ്പ ആ ഫ്രണ്ട്? അത് ഞാൻ ചോദിച്ചില്ല. ആരായാലും ഭാഗ്യമുള്ള ആളാ ആ ഫ്രണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ. ഐ എം സോറി, ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു. സോറിടാ. ഇറ്റ്സ് ഓക്കേ ടിനോ. ഞാനിപ്പോ വരാം. എന്തുവാടാ ഒരു സ്പ്രിംഗ് ആക്ഷൻ? ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഉള്ള ചോറൊക്കെ വാരിക്കയറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന് ചാടാതെ പോയി ഗ്രൗണ്ടിൽ പോയി ചാടാ. ഓ, മസിലേക്ക് ഒന്ന് പെരുകെട്ട് ഉള്ള മസിൽ വെട്ടി. എടാ ചക്രവർത്തി, നീ എന്നോട് ചോദിച്ചില്ലേ അർജുനും ഗൗരിയും നമ്മൾ എങ്ങനെ അകറ്റുമെന്ന്? അതിനുള്ള സമയമായടാ. എങ്ങനെ? മുറിയിൽ രാഹുൽ ഇരിപ്പുണ്ട്. മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട്. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം. അതായത് മച്ചാറായിട്ടൊന്ന് ഒഴിവാക്കിയെടുക്കാന്ന്. അതെങ്ങനെ? നീ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് വന്നേ. വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ വന്നേ. ഒന്നുമില്ലെന്നേ, നീ വാ പോവാ. എന്താ എഴുതി വെച്ചിരിക്കുന്ന നോക്കട്ടെ. എടാ, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഐറ്റമായ 400 മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ? ഞാനോ? ഗൗരിയെ കൊണ്ടോ? അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ. നെവർ മൈൻഡ്, വാടാ പോവാ. വന്നേ. ചെല്ല്. സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം. രാഹുൽ, രാഹുൽ, ഞാൻ പറഞ്ഞേക്ക്. രാഹുൽ, ഞാൻ കേട്ടത് നേരാണോ? ഞാൻ കേട്ടത് നേരാണോന്ന്? എന്ത്? നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്? അത് ഏട്ടാ, ഐ വാണ്ട് ആൻ ആൻസർ. യെസ് ഓർ നോ? എന്റെ അനിയത്തിയായി പോയല്ലോ നീ. എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? രാഹുൽ, അത് പിന്നെ ഞാൻ സ്വയം. നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നിനക്കെന്താ ഇവിടെ കാര്യം? അവനെന്ത് തെറ്റിയേട്ടാ നീ അവന്റെ മെക്കിട്ട് കയറുന്നത്? മതിയാസാനെ ആംഗളം ബംഗളയിലെ നാടകങ്ങളെയൊക്കെ ചുണയുണ്ടെങ്കിൽ അജയ് മത്സരിച്ചേക്ക്. അതെ, ഈ പരാക്രമമൊക്കെ മത്സരത്തിൽ കാണിക്കും.
ആ അത് തന്നെ ചെയ്യാൻ പോകുന്നത്. 400 മീറ്ററിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. എന്റെ പെങ്ങള് പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തെളിയിക്കും. തോറ്റാലോ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചായാൽ ഇവൻ ചെയ്യണം. ഗൗരി വിഷമിക്കണ്ട. അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശരിയാവും. വിൽ ബി ഓൾ റൈറ്റ്. മച്ചേ സമ്മതിച്ചു മച്ചാ. മച്ചാൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ പരിപാടി? അവര് മത്സരിക്കും. രാഹുൽ ജയിക്കും. രാഹുൽ പറയുന്ന അർജുൻ അനുസരിക്കും. അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ അല്ലേ? പേടിക്കണ്ട, എല്ലാം ശരിയാവും. നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ബെസ്റ്റ് പ്ലെയറും ക്യാപ്റ്റനും ഒക്കെയാണ് ഗൗരി. ആ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ മാറിക്കളഞ്ഞാലോ? ഇനി 10-12 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ സില്ലിയായ കാര്യങ്ങളുടെ മേൽ ഗൗരി വരാതിരുന്നാൽ കോളേജിനുണ്ടാവുന്ന നഷ്ടത്തെ പറ്റി തനിക്ക് അറിയാവുന്നതല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗൗരിയെ വിളിച്ചോണ്ട് വരാം. രാഹുൽ വരണമെന്നില്ല. വേണ്ട സർ, ഞാൻ പറഞ്ഞിട്ടല്ല അവള് പോയത്. പക്ഷെ അവള് വരും. അവൾ എന്റെ അനിയത്തിയാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ വരും. പപ്പ, എല്ലാരും പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന്. മോൾ എന്തുകൊണ്ടാ ഇത്രയും വിഷമിക്കുന്നതെന്ന് പപ്പയ്ക്കറിയാം. അർജുന്റെ അനിയന്റെ കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ. എനിക്ക് വേണമെങ്കിൽ രാഹുലിനോട് ഇതേപ്പറ്റി പറഞ്ഞ് അവനെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനങ്ങനെ പറയും. നിനക്കും അറിയാവുന്നതല്ലേ, രാഹുലിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ റെക്കോർഡ്. അവര് മത്സരിക്കട്ടെ, കഴിവുള്ളയാൾ ജയിക്കട്ടെ. പിന്നെ ആര് ജയിച്ചാലും ആ വിജയം മോളുടെ കോളേജിനല്ലേ? അതല്ലേ ശരിയായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? പപ്പ പറഞ്ഞത് മോക്ക് മനസ്സിലായി കാണുമല്ലോ. അർജുൻ, ഒരു ലെറ്റർ ഉണ്ട്. ഏട്ടന് കഴിഞ്ഞ ആഴ്ചയും ഏട്ടന്റെ കത്ത് കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. മത്സരം അടുത്ത് വരികയല്ലേ. പ്രാക്ടീസിന്റെ തിരക്ക് കാരണം കത്തെഴുതാനൊന്നും ഏട്ടന് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഏട്ടാ, സ്പോർട്സ് കൗൺസിലിൽ നിന്നും നമുക്ക് അനുകൂലമായ ലെറ്റർ വന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏട്ടന് സന്തോഷമായില്ലേ? ഏട്ടന്റെ ആഗ്രഹം പോലെ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും ഒന്നാമനായി എൻ്റെ ഏട്ടൻ ചാമ്പ്യനാകും. ആ വിജയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഏട്ടനോടൊപ്പം ഉണ്ടാകും. എൻ്റെ ഏട്ടനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ, ഏട്ടന് മാത്രം.
400 മീറ്ററിൽ അർജുനെ തോപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലുതാ അവന്റെ ലക്ഷ്യം.